നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയത്. കേരളത്തിൻ്റെ അനുഗ്രഹീത നടി, 4 പതിറ്റാണ്ട് കാലത്തെ കലാജീവിതം കൊണ്ട് മലയാളിയെ മാനസികമായും സാംസ്കാരികമായും സമ്പുഷ്ടമാക്കിയ മികച്ച അഭിനേത്രി, നമ്മുടെ സ്വന്തം ലളിത ചേച്ചിയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ദീർഘകാലത്തെ സാംസ്കാരിക ജീവിതം, പിന്നെ അതിനേക്കാളും വലുത് ഈ KPAC എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതവിടെ ഇങ്ങനെ കിടക്കുകയാണ് ലേബലായിട്ട്. ഒരു കമാൻഡർ, മേജർ ജനറൽ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കിടക്കുകയാണ്. അതൊരു പടച്ചട്ട തന്നെയാണ്. എനിക്ക് ചേച്ചിയുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് KPAC. മദ്രാസിൽ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന് അവിടെ താമസമായപ്പോൾ നമ്മുടെ RS പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയാം. അദ്ദേഹം പറയും, സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചെറിയ പെണ്ണ് മദ്രാസിൽ വന്നിട്ട് KPAC എന്നുള്ള ഒരു ഇരുമ്പ് ചട്ട ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നത് എപ്പോഴും പറയുമായിരുന്നു പ്രൊഫസറാക്കാൻ. അതൊരു വലിയൊരു തീർച്ചയായിട്ടും. ചേച്ചി ഈ പറഞ്ഞ പോലെ KPAC-ലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ചേച്ചീനെ ഒരു നാടക ട്രൂപ്പിലേക്കോ ഒരു കലാ ട്രൂപ്പിലേക്കോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നത് ശങ്കരാടിയായിരുന്നു അല്ലേ? ശങ്കരാടി ചേട്ടനും SL സദാനന്ദൻ വന്നിട്ടുണ്ട്. അവരെ പ്രതിഭയിലേക്ക് എങ്ങോട്ടാണ്? പ്രതിഭ കാക്കപ്പന നാടകത്തിൽ അഭിനയിക്കാൻ. അപ്പോഴേക്കും ചേച്ചി ഒരു വലിയൊരു കലാകാരിയായിട്ട് ഉരുത്തിരിഞ്ഞു. അല്ല, ഞാൻ അന്ന് ഗീതയിൽ 2 നാടകം ചെയ്തു. ഗീതയാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അവരുടെ ബലി എന്ന് പറയുന്ന നാടകത്തിൽ 2 ഡാൻസ് ചെയ്യാനാണ് പോയത്. അഭിനയിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അഭിനയമുണ്ട്, എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛനൊരു ഡാൻസുകാരിയാക്കി മാറ്റണമെന്നായിരുന്നു. അച്ഛൻ നർത്തകിയാക്കിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹം വേണ്ടാന്നുള്ള. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും എൻ്റെ അച്ഛൻ അവിടെ ഒരു നാടകമൊക്കെ വന്നു കഴിഞ്ഞാൽ, KPAC-യുടെ നാടകമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കാണിക്കും. എനിക്കും കൂടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മൂലധനം, മുടിയനേപത്രം അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് KPAC-യുടെ നാടകങ്ങൾ ചങ്ങനാശ്ശേരി കളിക്കുമ്പോഴത്തേക്കൊക്കെ. എനിക്കുണ്ട്. പക്ഷേ അത് വ്യക്തിപരം അല്ല, നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഗീതയിൽ അഭിനയിക്കാൻ ആദ്യം വിളിക്കുന്നത് 2 ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നർത്തകിയുടെ വേഷം ആണ് ആ നാടകത്തിൽ. ബലി എന്ന് പറഞ്ഞിട്ട് ടാഗോറിൻ്റെ, അതാണ് എനിക്ക് എൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു നാടകം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് ഈ നാടകത്തിൽ ആദ്യം. അത് ഡയലോഗൊന്നുമില്ല, വെറുതെ 2 ഡാൻസ് ചെയ്താൽ മതി. ആ ഡാൻസ് കമ്പോസ് ചെയ്തത് അന്ന് തഞ്ചാവൂർ ഭാസ്കർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഡാൻസ് മാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു കലാമണ്ഡലത്തിലെ പ്രൊഫസറായിരുന്നു പുള്ളി. അദ്ദേഹമാണ് കമ്പോസ് ചെയ്തിരുന്നത് ആ നാടകം. അത് ചേച്ചി ഈ അടുത്ത കാലം വരെ ഡാൻസ് ചെയ്തിരുന്നോ? ഇല്ല. എത്ര കാലമായിട്ട് നിർത്തി? ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നതിന് ശേഷം കൈ മുദ്രയൊക്കെ നന്നായിട്ട് ചെയ്യില്ലേ? മുദ്രയായിട്ട് ഇരുന്നാൽ മതി, വല്ലതൊക്കെ കാലുകൊണ്ട് ചെയ്യണ്ടേ. എന്നാലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണ്ടേ? കണ്ണും കൊണ്ടും ഇനി അതൊന്നും വേണ്ട. ഒരു പ്രായം കഴിഞ്ഞ ഡാൻസിനൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല. അത് വല്ലവരും എനിക്ക് എന്റെ തലയ്ക്ക് വട്ടാന്ന് വിചാരിക്കത്തില്ലേ? പിള്ളേർക്ക് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം, ചേച്ചിയെ കൊണ്ട് കാണിക്കണം. വേണം. എന്റെ കൂടെ ബ്രിട്ടാസ് ഡാൻസ് ഉറപ്പായില്ലേ? ഞാൻ റെഡി ആയിട്ടിരിക്കുക. പറയുകയാണെങ്കിൽ എനിക്കറിയാം എല്ലാത്തിനും റെഡിയാണ് എന്നുള്ളതാണ്. സിൽവർ നൈട്രേറ്റ് ഇത്. അത് കഴിഞ്ഞ ശേഷം ചേച്ചി മഹാ-കളിയേട്ടാ. ചേച്ചി അമ്മയുടെ 4 എടുത്തിട്ട് സിനിമ കാണാൻ പോയി, അടി കിട്ടി. അത് കഴിഞ്ഞ് മഹാനായ ഒരു കലാകാരനെ പറ്റിച്ചോടി. ഓർമ്മയുണ്ടതൊക്കെ? ബഹദൂർക്ക വല്ലാത്തൊരു സാധനം തന്നെയല്ലേ? എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, എനിക്ക് പൊന്നുകൊണ്ട് അഭിഷേകം ചെയ്യാം, അല്ലെങ്കിൽ ആ പദവി തരാം, ഈ പദവി തരാം എന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, എനിക്കും കൂടെ ഇഷ്ടം തോന്നണം. എൻ്റെ മനസ്സിനും കൂടെ ശരി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ത്യാഗം സഹിച്ച് ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. എൻ്റെ അച്ഛനൊഴിച്ച്. അച്ഛൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ ഭരതേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഭരതേട്ടൻ പറഞ്ഞൊന്നും ഞാൻ അങ്ങനെ അനുസരിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ അനുസരണക്കേടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. ഒന്നും ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഇഷ്ടത്തിന് തന്നെ നിന്നിട്ടുള്ളൂ എല്ലാത്തിനും. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ദോഷങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു കൺട്രോൾ വേണ്ടിയിരുന്നു. പിന്നീട് അതിലേക്ക് വരാം. പക്ഷെ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ ഒരു മാറ്റം, വലിയൊരു
ഡ്രമാറ്റിക്കലായിട്ടുള്ള ചേഞ്ച് വന്നത് KPSCയിലേക്കുള്ള ഒരു വരവാണ്. അതെ, എനിക്ക് ചേച്ചിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു KPSC. എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു ഏറ്റവും വലുത്. പിന്നെ എൻ്റെ സ്വപ്നം, കാരണം അച്ഛൻ അവിടെ ചങ്ങനാശ്ശേരിയിൽ ജോലിയായിട്ടിരിക്കുമ്പോഴും പാർട്ടിയായിട്ടുള്ള ബന്ധം അച്ഛൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നിട്ടാണ് മകളെ എങ്ങനെയെങ്കിലും KPSCയിൽ ഒന്ന് സിനിമ അഭിനയിക്കാൻ പോകുക എന്നുള്ളതല്ല മെയിന്, KPSCയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് എന്നെ KPSCയിൽ ഇങ്ങനെ പുതിയതായിട്ടൊരാളെടുക്കുന്നു എന്നറിഞ്ഞിട്ട് വീട്ടിലാദ്യം അവിടെ ഒരു ക്ലാർനെറ്റ് വായിക്കുന്ന ചാച്ചപ്പൻ എന്നും പറഞ്ഞ്, പുള്ളി ചങ്ങനാശ്ശേരിക്കാരൻ, വട്ടപ്പള്ളിക്കാരനായിരുന്നു, അച്ഛൻ്റെ അടുത്ത പരിചയമുള്ള ആളാണ്. പുള്ളിയെ അറിയിപ്പിച്ചു വീട്ടിൽ വന്ന് ഇങ്ങനെ ആളെടുക്കുന്നുണ്ട്, എല്ലാ നാടകങ്ങളും എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്, ഡാൻസും പാട്ടും എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഒരു ദിവസം ഭാസ്ചേട്ടൻ വീട്ടിൽ വരുന്നത്, തോപ്പിൽ ഭാസ്ചേട്ടൻ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് പോയിട്ട് അത്ര തൃപ്തിയായില്ല. കാരണം വളരെ മെലിഞ്ഞിട്ട് ഈർക്കിലി പോലത്തെ ഒരു ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹദൂർക്കയുടെ ട്രൂപ്പിൽ നിന്ന് അവരുടെ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നത്, ഡാൻസ് അറിയുന്ന ഒരു കുട്ടി വേണമെന്നുള്ളത്. അന്ന് ഈ ഡാൻസ് ഒരുപാട് ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു അന്ന് അഭിനയിക്കാൻ പോകാനായിട്ട്. ഏറ്റവും അടുത്ത ഒരാളാണ് നമ്മുടെ VP ചേട്ടൻ. VP ചേട്ടൻ പറയുന്നത് വേദവാക്യമാണ് അച്ഛന്. VP ചേട്ടനാണ് രാത്രി സ്റ്റുഡിയോയിൽ നിന്നൊക്കെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. കാരണം അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര എതിരായിരുന്നു. 10 മണി 11 മണി ആ മതിലേലും തട്ടി ഈ മതിലേലും തട്ടി VP ചേട്ടനാണ് കൈപിടിച്ച് കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടുകൊണ്ടിരുന്നതൊക്കെ. VP ചേട്ടനും കൂടെ പറഞ്ഞിട്ടാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കാർ എടുത്തിട്ട് ഒരു ആർട്ടിസ്റ്റിനെ തിരക്കി ചങ്ങനാശ്ശേരി വരെ വരിക എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് ഭയങ്കര അതെ. എന്നിട്ട് വന്ന് VP ചേട്ടനെ ഇരുന്ന് ഉപദേശിച്ച് അവസാനം അന്തമ്പിള്ള ചേട്ടനും കൂടെ കൂട്ടത്തി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വരുമ്പോൾ ഞങ്ങൾ വന്നു, ബഹദൂർക്കയുടെ ട്രൂപ്പിൽ വന്നപ്പോഴത്തേക്കും ബഹദൂർക്ക അവിടെ ഇങ്ങനെ ഒരു പായിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. തുടുത്ത് ചുമന്ന ഒരു മനുഷ്യന്, സിനിമാ നടനാണ് ആദ്യമായിട്ട്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഗംഗാര മാഷയുടെ ഫ്രണ്ടാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാനാണ് ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്തതുമൊക്കെ. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം ഡാൻസ് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുവിധം തട്ടിമുട്ടി ഡാൻസ് അറിയാമെന്നൊക്കെ പറഞ്ഞു. എന്തോ ഒരെണ്ണം കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എല്ലാം മതി എന്നും പറഞ്ഞിട്ട് 5 നാടകത്തിൻ്റെ പോർഷൻ ബുക്ക് എടുത്ത് കൈ തരുക. 5 നാടകം ഒന്നിച്ചാണ് അവർ പിന്നീട് അവർ വെളിയിലൊക്കെ പോകുന്നുണ്ട്, ദുബായ്, ഇവിടെ പേർഷ്യയൊക്കെ പോകുന്നുണ്ട്. ബുക്ക് മേടിച്ചു ബുക്ക് മേടിച്ച് അപ്പോയിൻമെന്റ് ലെറ്റർ മേടിച്ച പോലെയാണ്. മേടിച്ച് പോർഷൻ ബുക്ക് ഇതെല്ലാം മേടിച്ച് കൈവച്ച് അവിടുത്തെ എനിക്ക് എന്തോ ആ അന്തരീക്ഷം അങ്ങോട്ട് തീരെ ഇണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് വേണ്ട അച്ഛാ നമുക്ക് പോവാം, അച്ഛൻ കൂടെ ഉണ്ട്. അപ്പം അച്ഛൻ ചോദിച്ചത് എങ്ങനെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകും? ഞാൻ പറഞ്ഞു ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, നാളെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 250 രൂപയും ഈ പോർഷൻ ബുക്ക് 250 തിരിച്ചു വരാനും കൂടെ വണ്ടിക്കൂലി. പിന്നെ തിരിച്ച് കാറിലൊന്നും അല്ല, ബസ്സിൽ വന്നോണം. ഈ 250 രൂപയും ഈ പോർഷൻ ബുക്കും കൂടെ അച്ഛനും ഞാനും ഒക്കെ കൂടെ ചേർത്തിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് വിട്ട് ബസ്സിൽ കയറി ഞങ്ങൾ ഇവിടെ വരുമ്പോഴേ KPSCയുടെ ടെലിഗ്രാം വന്ന് കിടക്കുന്നു. ഈ പോർഷൻ ബുക്കും ഈ 250 രൂപയും അടുത്ത പോസ്റ്റിൽ തിരിച്ചയച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ബഹദൂർക്കെ കാണുന്ന വാഴ്വമയത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴേ കണ്ടിട്ടേ ഇല്ല. വാഴ്വമയത്തിൽ അഭിനയിച്ചു. ചേച്ചിയുടെ 3ാമത്തെ സിനിമയായിരുന്നു. രണ്ടാമത്തെ സിനിമ വരട്ടെ. അന്ന് ഈ ബഹദൂർക്ക ഇവിടെ നല്ല ഞാനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് പറഞ്ഞ ഇതാവില്ല. ഷോർട്ട് സമയത്ത് സേസാറിനറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ സേസാറുണ്ടെന്നത് കണ്ടോണ്ടിരുന്നത്. ഒറ്റ ഇടി ഒന്നാ ശരിക്കും പൊതുക്കൊന്നും പറഞ്ഞിട്ട് എന്നെ എടുത്തിട്ട് നല്ല ശരിക്കും ഇടിച്ചെന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോ എന്റെ കയ്യിൽ ഈ കിണ്ണൻ ഇരിപ്പുണ്ടായിരുന്നു ചോറിന്, വെച്ച് താങ്ങി കൊടുത്തങ്ങ് മുഖത്തും കാലിലും മേലിലും. അപ്പൊ ഈ കള്ളു കുടിച്ചിരിക്കുന്നത് പോലെയല്ലേ അഭിനയിക്കുന്നത്. അപ്പൊ കാല് ഉറക്കത്തില്ലല്ലോ. പോയി ഒരു കട്ടിലേൽ അങ്ങോട്ട് പതക്കെന്നും പറഞ്ഞ് വീണ് അവിടെ ഇട്ടിട്ട് നല്ലണ്ട്. അപ്പൊ സേസാർ കട്ട് പറയണ്ടേ, നല്ല നമുക്ക് നിർത്താനൊക്കെ ഉള്ളൂ. ഇങ്ങനെ കട്ട് പറയുന്നില്ല. പിന്നെ ഞങ്ങൾ അത് സേസാറിനങ്ങ് സീനങ്ങ് ആസ്വദിച്ച് കണ്ടോണ്ടിരുന്നിട്ട് എന്റെ പുറമൊക്കെ തെണുത്തു. ഇത് കൊടുങ്ങല്ലൂരിന്ന്
പറ്റിച്ചു പോയതിന്റെ പ്രതികാരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ആർക്കും അറിയത്തില്ല. രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ അവിടെ ചെന്ന് ബഹദൂർക്കണ്ണന് എന്നെ മനസ്സിലായില്ല. ഞാനാണ് പറയുന്നത്. അത് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബഹദൂർ അന്ന് അങ്ങനെ വന്നിട്ട് പോർഷൻ ബുക്ക് തിരിച്ചയച്ചില്ലേ, ആ ആളാണ് ഞാനെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. നീയാണ് എന്നെ ചതിച്ചു പോയതില്ലേ. ഞാൻ അന്ന് പെട്ട പാട് ഉണ്ട്. ചത്താ മതി എന്നൊക്കെ തോന്നി പോലും. കാരണം 2 ദിവസം കഴിഞ്ഞാൽ നാടകം ഉള്ളതാണ്. നാടകത്തിൽ ഒരാളിനെ ചതിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതാണ് അന്ന്. പക്ഷെ ആ അടിയോടെ ഞങ്ങളുടെ ഇതൊക്കെ തീർന്നു. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ മാതിരി എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് ബഹദൂർക്ക. ഒരുപാട്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. അയ്യോ, മറക്കാനെന്നല്ല, എനിക്കത് ആലോചിച്ചാൽ കണ്ണെന്നറിയാം. അത്രയ്ക്ക് എന്നെ സഹായിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒരു തണലായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി KPSC-യിലെത്തുന്നു. KPSC-യിൽ അച്ഛൻ ഇങ്ങനെ കൈപിടിച്ച് ഈ എന്താ പറയണ്ടേ മെലിഞ്ഞ് വരെ പോലെ ഇരിക്കുന്ന പെൺകുട്ടിയായിട്ട് വരുന്നു. അവിടെ വലിയ കഥാപാത്രങ്ങളാണ് നിൽക്കണേ. അതെ, KS ജോർജ്, പിന്നെ തോപ്പിൽ ബാസി, KP ഉമ്മർ, സുലോൻ ചേച്ചി, KP ഉമ്മർ, പിന്നെ നമ്മുടെ പാർട്ടി, നമ്മുടെ കേരള കൗമുദി എന്നും പറഞ്ഞ ഒരു ബാലേട്ടൻ, ഒരു ബാലകൃഷ്ണൻ. ഈ ബാലേട്ടൻ KPSC-യുടെ വലിയൊരു അടുത്ത ആളായിരുന്നു. അപ്പം ഈ സെലക്ഷനൊക്കെ പുള്ളി ഉണ്ടാവാറുണ്ട്. എന്നി ബൽറാം, എന്നി ബൽറാമിന്റെ മോളാണ് ഇന്ന് ഗീത നസീർ. അപ്പൊ ഇവരൊക്കെ ഇരിപ്പുണ്ട്. ഇന്റർവ്യൂ എന്റെ അമ്മോ. അപ്പൊ എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമല്ലേ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, പാട്ട് പാടാൻ അറിയാമോ? ആ പാട്ട് ചേച്ചി പാടും. അത് പാടിയില്ലെങ്കിൽ ചേച്ചിക്ക് KPSC-യോടുള്ള ആ പ്രതിപത്തി എത്രയുണ്ടെന്ന് ഞങ്ങൾ അളക്കാൻ പറ്റും. പക്ഷെ ശ്രുതിയൊക്കെ തെറ്റിച്ച ഒരു കുഴപ്പമില്ല. ആ പാട്ട് മറക്കാൻ പറ്റില്ല. ആ പാട്ടിലാണ് ചേച്ചി അവിടെ കയറിപ്പെട്ടു. അതെ. അപ്പൊ KS ജോർജ് ശ്രുതി ഇട്ട് വരുന്നത്. ആര് ശ്രുതി നോക്കുന്നു, എവിടെ ശ്രുതി ഇരിക്കുന്നു? ഒറ്റ പാട്ടാ. ശരി, 1 2 3. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടേരി. സുലോൻ ചേച്ചിയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ അവസൃതി പാടി. എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളത് കാണ്ടാമൃഗത്തിനേക്കാളും കൂടുതലായിരുന്നു. പാട്ടുപാടി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസ് അറിയാവോന്ന് ചോദിക്കുന്നു. അറിയാവെന്ന് പറയുന്നു. ഒരു ഡാൻസ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അഭിനയിക്കാൻ ഏതോ ഒരു ലൈൻ അവർ പറഞ്ഞു തന്നു. അതൊന്നും അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു തന്നതുപോലെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോരുക. അപ്പോൾ എന്നോട് പറഞ്ഞു അറിയിപ്പിക്കാം, ഇവിടെ തുടങ്ങുമ്പോൾ അറിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ അരുമൂടി ജംഗ്ഷൻ അവിടെ ബസ് കാത്ത് നിൽക്കുക. ബസ് കാത്തുമ്പോൾ സുലോൻ ചേച്ചി ആ ബസ്സിൽ, ചേച്ചിയും വരുന്നുണ്ട്. ചേച്ചി അവിടുന്ന് വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട്, ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ബസ്സിൽ വരുന്നെന്ന്. മാവേലിക്കര ഇറങ്ങാനായിട്ട് വരിക. ചേച്ചിയെ മാവേലിക്കര കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുക്ക് പറഞ്ഞൊരു വാചകം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നിന്നെ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കേട്ടിട്ടോ ഡാൻസ് കണ്ടിട്ടോ ഒന്നുമല്ല, നിന്റെ സ്മാർട്ട്നെസ് കണ്ടിട്ടാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. നിന്നെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാമെന്ന് അവിടെ എല്ലാവർക്കും തോന്നി. സഖാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എൻ്റെ മോള് ഇത് എന്നും ഈ പേര് പിടിച്ചു നിർത്തണം. എന്നിട്ട് KPSC-യുടെ എല്ലാമായിട്ട് അവിടെ നിൽക്കണം കേട്ടോ. വിളിക്കും അവരെ, കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിക്കും. ഇത് സുലോൻ ചേച്ചിയാണ് ആദ്യം എന്നോട് പറയുന്നത്. ചേച്ചി എന്നിട്ട് മാവേലിക്കര ഇറങ്ങി. ചേച്ചി അയ്യോ എന്തോ ഇത് അതിപ്പരം ഒരു സന്തോഷം വേറെ ഉണ്ടോ? മലയാള സിനിമയിലെ നിരന്തരം ചന്തിക്ക് ഇഞ്ചക്ഷൻ വെച്ച ഏക നടി ആരാന്നറിയും? ഡോക്ടർ ജോസ്. മറക്കാൻ പറ്റുമോ? ആരാ പറഞ്ഞതൊക്കെ? ആരാ പറഞ്ഞത്? എന്നോട് ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരാളോട് KPSC-യിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ക്ലാർനെറ്റാണ്. ഇത് സുലോൻ ചേച്ചി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ അവർക്കൊക്കെ ഇഷ്ടമായി. പക്ഷെ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഒട്ടും തടിയില്ല. KP ഉമ്മറിന്റെ കൂടെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. ഉമ്മക്ക് ഉറക്ക ഡയലോഗ് പറഞ്ഞാൽ ഞാൻ തെറിച്ച് താഴെ വീഴും. അതുകൊണ്ട് കുറച്ച് തടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 16ാമത്തെ ഇഞ്ചക്ഷൻ ആയപ്പോഴത്തേക്കും പോയി ഞാൻ അങ്ങോട്ട്. പിന്നിപ്പോൾ ആ തടി കുറയ്ക്കാൻ, അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ തടി.
ഇപ്പൊ പച്ചവെള്ളം കുടിച്ചാൽ കീർത്തടിയും. അങ്ങനെയാണ്. അന്നത്തെ ഇഞ്ചക്ഷന്റെ ഒരു വിലയെ അല്ലെ, അതിന്റെ ഒരു വലിയൊരു മൂല്യമുള്ള അദ്ദേഹം പിന്നെ എന്നെ കാണുന്ന, പിന്നെ ഞാൻ ചോദിച്ചു ഇത് കുറയ്ക്കാൻ വല്ല വഴിയുണ്ട്. പിന്നെ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ചങ്ങനാശ്ശേരി എന്നൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞ് മദ്രാസിൽ താമസമായപ്പോഴത്തെ, ഞാൻ മദ്രാസിൽ പടമൊക്കെ കുറെ ആയപ്പോൾ അങ്ങോട്ട് താമസമായി. അങ്ങനെ ആയിരിക്കുമ്പോൾ ഒരാള് വേറെ 2 പേരും ഒക്കെ ആയിട്ട് വീട്ടിൽ കയറി വരുന്നു. വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച തേരി കയറി വരുന്നു. അപ്പം ഞാൻ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള മാതിരി ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഞാനാണ് ഡോക്ടർ ജോസ്, പടം എടുക്ക പ്രൊഡ്യൂസറാ. തൊട്ടാവാടി എന്നും പറഞ്ഞൊരു പടം, അതിന്റെ പ്രൊഡ്യൂസറായിരുന്നു. മരിച്ചുപോയി, ഇപ്പൊ ഇല്ല. അങ്ങനെ എനിക്ക് ആ ഡോക്ടർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കണമായിരുന്നു ആ കാര്യങ്ങൾ. എന്താ കാരണം വെച്ചാൽ തടി കൂടാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്ത ഒരു തടി ഉണ്ടാക്കി KPSCയുടെ ഒരു എന്താ പറയണ്ട അമൂല്യ നിധിയായിട്ട് മാറ്റിയ ലളിത ചേച്ചിയെ മാറ്റിയതാണ്. ചേച്ചി KPSCയിൽ നിന്നാണ് ചേച്ചി സിനിമയിലേക്കുള്ളൊരു വരവ്. അതെ, എനിക്കൊന്ന് ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 വ്യക്തികൾ സുലോചന ചേച്ചിയായിട്ട് പിന്നീടൊന്ന് വഴക്കായില്ലേ? ചെറുതായിട്ടൊക്കെ. അത് ഇങ്ങനെ ഒരു കുടുംബത്തില് ചട്ടിക്കലമായ തട്ടിയും മുട്ടിയും കിടക്കുമെന്ന് പറഞ്ഞ പോലെയുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയാനൊക്കെ തുടങ്ങി കുറേശ്ശെ കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ഇച്ചിരി കശപിച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ബാസി ചേട്ടനുമായിട്ട് ഇതുവരെ തോപ്പിൽ ബാസി എനിക്കൊന്നും ലളിത ചേച്ചിയുടെ ജീവിതത്തിലെ ഒരു വിളക്കുമാടമാണ്. തീർച്ചയായിട്ടും അതെ. വിളക്കം മാത്രം. എൻ്റെ ഗുരുവാണോ എന്ന് വെച്ചാൽ ഗുരുവാണ്, എൻ്റെ കാമുകനാണോന്ന് വെച്ചാൽ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. ആരിപ്പം ബ്രിട്ടാസ് എന്താണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ എതിര് പറയില്ല. എൻ്റെ ചേട്ടനാണോന്ന് വെച്ചാൽ അതെ, അമ്മാവനാണോന്ന് ചോദിച്ചാൽ അതെ. പിന്നെ ഒരിക്കൽ ഞങ്ങൾ എവിടെയോ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെയില്ലേ പവനൻ ചേട്ടനില്ലേ, പവനൻ ചേട്ടൻ്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, പാർവതി ചേച്ചി, ചോദിച്ചാൽ അറിയാം. ഒരിക്കൽ ഞങ്ങളുടെ പാർട്ടിയുടെ എന്തോ മീറ്റിംഗ് ആണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ KPSCന്ന് കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ നേരെ കൊണ്ടുപോയത് ഇവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ കയറി ചെന്ന ഉടനെ തന്നെ പിന്നെ ഈ പാർവതി ചേച്ചി ചോദിച്ചു മോളാണോന്ന് ചോദിച്ചു. ഞാൻ വാസേട്ടൻ പറയാം, ഓ നശിപ്പിച്ചു, ഇനി മേലെ ഇതിനെ കൊണ്ട് ഞാൻ ഒരു വഴിക്ക് പോകത്തില്ല. അങ്ങനെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നോ അതേപോലുള്ളതേ ഉള്ളൂ. ഒരു വികാര വായ്പന്റെ സമസ്ത തലങ്ങളുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ മദ്രാസിൽ പോയി ഞാൻ പറഞ്ഞില്ലേ, പ്രഭു സാറ് പറയും ഇരുമ്പ് ചട്ടയാണ് KPSC എന്ന് പറയുന്ന 4 അക്ഷരം എൻ്റെ ശരീരത്തിൽ. അതുകൊണ്ടാണ് മദ്രാസിൽ സംരക്ഷകനായിരുന്നു ബാസി ചേട്ടൻ. അതെ എല്ലാം കൊണ്ടും. എല്ലാം വേണമെങ്കിൽ കാമുകൻ എന്ന് പറയാം, പ്രേയസി എന്ന് പറയാം, എല്ലാം ഉണ്ട്. എല്ലാ തരത്തിലും. സഹോദരൻ അച്ഛനാണെന്ന് പറയാം, അമ്മാവനാണെന്ന് പറയാം, എൻ്റെ ഗുരുവാണെന്ന് പറയാം. ആ ബന്ധത്തെ ചേച്ചി ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും ചേച്ചിക്ക് പ്രശ്നമില്ല. ഇനി ആ ബന്ധത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞാലും ചേച്ചിക്ക് പ്രശ്നമില്ല. പരദൂഷണം പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ അതിനെതിര് പറഞ്ഞാലല്ലേ പരദൂഷണം പറയണ്ടേ. എന്തിനാ പിന്നെ പരദൂഷണം പറയുന്നേ? ഞാൻ നിങ്ങൾ പറയുന്ന കാര്യത്തിന് എതിരായിട്ട് സംസാരിച്ച പരദൂഷണം പറയാം. ഇല്ല, അങ്ങനെയല്ലേ? ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പറഞ്ഞാലല്ലേ അത് പരദൂഷണമാവുള്ളൂ. സമ്മതിച്ചു കഴിഞ്ഞാൽ പരദൂഷണമാണോ? അല്ലല്ല. കൊച്ചു കുഞ്ഞുങ്ങളാ അവര് പക്ഷെ വലിയ വളവത്തിയാരാ. അതെ, ഇവരൊക്കെ ആരെ മുതൽ ചേച്ചിക്ക് അറിയാത്തോണ്ടാണ്. ഒന്നുമല്ല, നമ്മളും വളർത്തുന്ന. ചേച്ചിയുടെ പുസ്തകങ്ങളിലും ചേച്ചി പറഞ്ഞതും ഒക്കെ ഞാൻ കൂട്ടി വെക്കുമ്പോൾ ചേച്ചിക്ക് ഇന്നും ബാസിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ, തോപ്പിൽ ബാസിയെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൾ മതി വരുന്നില്ല, എത്ര പറഞ്ഞാലും. കാരണം എൻ്റെ ഇന്നത്തെ ഇന്ന് KPSC ലളിത എന്ന് പറയുന്ന, KPSC എന്നുള്ള പേര് എനിക്ക് വേറൊരാൾ തന്നതാണ്. ആ മനുഷ്യനെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇന്ന് ലളിത എന്ന് പറയുന്ന ഒരു നടിയെ ഉണ്ടാക്കിയെടുത്തത് KPSC ആണ്. അന്ന് അദ്ദേഹമാണ് ഗുരു, അല്ലാതെ പറയാൻ പറ്റത്തില്ല. കലാകാരന്മാരുടെ ഇടയ്ക്ക് ഭയങ്കര ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ അറിയാലോ, ചേച്ചിക്ക് അറിയാലോ. അപ്പൊ അന്നത്തെ കാലത്ത് ബാസിച്ചേട്ടനുമായിട്ടുള്ള ഈ ആത്മബന്ധം ആരെങ്കിലും ഒക്കെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയോ? ഒരിക്കലും ആരും ഒരു അസ്വസ്ഥത ഉള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹവും എന്നോട് സൂചിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ആരും ഒന്നും പറയത്തില്ലായിരുന്നു. അങ്ങനെ നിറകുടമായിരുന്നു അദ്ദേഹം എല്ലാ തരത്തിലും. ഒരു സിനിമ അവിടെ മദ്രാസിൽ എന്തായിരുന്നു, മലയാളത്തിൻ്റെ രാജാവായിരുന്നില്ലേ പുള്ളി. 13 പടമൊക്കെയാണ് ഒരു വർഷം എഴുതി തീർത്തിട്ടുള്ളത്. അത് ഇങ്ങനെ നിരത്തി വെക്കും, ഓരോ കമ്പനിക്കാരുടെ പടങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കും. എല്ലാ പടത്തിലൊന്നും നമ്മൾ അഭിനയിച്ചിട്ടില്ല, എന്നാലും ഒരുവിധം മിക്ക പടങ്ങളിലും അദ്ദേഹമാണ് നമുക്ക് റോള്. ആദ്യത്തെ സിനിമ കൂട്ടുകുടുംബത്തിൻ്റെ
കഥയും ബാസിച്ചേട്ടൻ്റെയായിരുന്നു. അതെ, KPSC നാടകം. അത് പക്ഷെ ബാസിച്ചേട്ടൻ പറഞ്ഞിട്ടല്ല അവരെന്നെ വിളിച്ചിട്ടുള്ളത്. KPSC അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചേച്ചി അതിലേക്ക് കൊണ്ടുപോട്ടെ. എന്താ വരട്ടു, ചേച്ചിയുടെ ജീവിതം മുഴുവൻ ഞാനിങ്ങനെ ഒപ്പിയെടുക്കുക. ചേച്ചി നോക്ക്, മെലിഞ്ഞ് നല്ല സുന്ദരി. എത്ര ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം KPSC വന്നിട്ടുള്ള രൂപം അതെന്നറിയാം. അപ്പൊ അതിനു മുമ്പ് എന്നെ കണ്ടിരുന്ന വ്യത്യാസമൊക്കെ കരഞ്ഞോണ്ട് ഓടിയനെ. എന്തായാലും ആ ജോൺസ് ഡോക്ടർ ആണ് മിടുക്കനാ കേട്ടാ. ജോസ് ഡോക്ടർ ഈ രൂപത്തിലാക്കി എടുത്തല്ലോ. പക്ഷെ ആ തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് കയറി അങ്ങ് ചീർത്തല്ലേ അല്ലേ? ഇന്ന് തടി കുറയാൻ വേണ്ടിട്ട് ചില മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? ഇപ്പൊ കഴിക്കുന്നൊന്നുമില്ല. ഇഞ്ചക്ഷൻ വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, തടി കുറയ്ക്കാനല്ല. എനിക്കൊന്ന് കൂട്ടുകുടുംബം കഴിഞ്ഞ് വാഴ്മയമായം വന്നു. ആ 3 പടങ്ങളുടെയും തുടർച്ചയായിട്ടുള്ള പടങ്ങളുടെയൊക്കെ ശില്പി എന്ന് പറയുന്ന ബാസിച്ചേട്ടൻ തന്നെയായിരുന്നു. ആയിരുന്നു. ബാസിച്ചേട്ടനും സേതുമാധവനും. ഡയറക്ടർ സേതു സാറായിരുന്നു. പക്ഷെ ബാസിച്ചേട്ടനാണ് എഴുതിയത്. ബാസിച്ചേട്ടൻ ലളിത ചേച്ചിയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും എന്താ പറയാ കൗതുകവും എല്ലാം ആ തിരക്കഥയിലുണ്ട്. എന്താ കാരണം അറിയാം, അടർത്തി എടുക്കാവുന്ന ചില റോളുകളാണ് ചേച്ചിക്ക് തന്നത്. അതെ, തീർച്ചയായിട്ടും. നായികയ്ക്ക് പാട്ട് കൊടുത്തില്ലെങ്കിലും സഹനായികയായിട്ടുള്ള ലളിത ചേച്ചിക്ക് ഒരു പാട്ട് കൊടുത്തു. അനുഭവങ്ങൾ പാളിച്ച്. ആ പാട്ട് ഓർമ്മയുണ്ടോ? കല്യാണി കളവാണി. ചേച്ചിയുടെ മുഖത്തൊരു നാളം വിരിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ചേച്ചി. ഗംഭീരം. ഈ രംഗമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. അയ്യോ, മറക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഈ രംഗങ്ങളൊക്കെ വരുമല്ലേ? ഞങ്ങൾ ഈയിടെ ഈ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോയി. സെയിം സ്ഥലം. പക്ഷെ എനിക്ക് അറിയില്ല, അവിടെയൊക്കെ ഇപ്പൊ പാലങ്ങളും ഒക്കെ വന്ന് ഈ വീടൊക്കെ മാറ്റി. അവിടെ ഒരു കുടിലുണ്ടായിരുന്നു. ആ വീടൊക്കെ മാറ്റി ഇപ്പൊ അവിടെ ടെറസിട്ട വീട് ഒക്കെ ആയിട്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തിന് പടത്തിന്റെ പേര് ഓർമ്മയില്ല. ഗീതയൊക്കെ അഭിനയിച്ചൊരു പടമാണ്. മോൻ സിദ്ധാർത്ഥൊക്കെ ഈ പാട്ട് രംഗമൊക്കെ കാണുമ്പോ എന്താ പറയണേ? അവനൊക്കെ ഒരു ചെറിയതല്ലേ? ഞാൻ അവരോടൊന്നും ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാറ്. കാരണം പുതിയ പിള്ളേരല്ലേ, അവർക്ക് ഇതെന്തോ അമ്മ ഇതാണോ പടം അല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ അവര് പുറമേക്ക് അങ്ങനെ കാണിക്കുന്നതാണെങ്കിലും ഉള്ളിൽ ലളിതചേച്ചിനെ ഒരുപാട് തീർച്ചയായിട്ടുണ്ട്. ചിലർക്ക് സ്നേഹം അങ്ങനെയൊന്നും പറയും. ഭരതന്റെ പ്രകൃതമാണല്ലോ, അങ്ങനെ സമ്മതിച്ചു തരില്ല. അതെ. അതേസമയം മോള് പിന്നെയും കുറച്ചൊക്കെ സമ്മതിക്കാൻ തയ്യാറാണ്. ഇവന് ഇഷ്ടമില്ലായ്മ ഒന്നുമില്ല. അവൻ എനിക്കറിയാം, കൊച്ചിലെ അമരം എന്ന് പറഞ്ഞ ആ പടം വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് ഓസ്കാർ കിട്ടിയ മാതിരി ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു അവന്. അതായത് അമരത്തിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് അച്ഛൻ ചോദിക്കുന്നു മേലെ ഇരുന്ന്. അപ്പം എന്നോട് പറഞ്ഞു ചായ വേണമെന്ന്. ഞാൻ ചായ എടുക്കാൻ താഴെപ്പോൾ ഇവർ എൻ്റെ പിള്ളേരും അച്ഛനും ഒക്കെ കൂടെ മേലെ ഇരിക്കുക. അപ്പോൾ ചോദിച്ചു, അതിലാരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടം എന്നാണ്. അയ്യോ, അന്ന് സിദ്ധു പറയുന്നതാ, അച്ഛാ എൻ്റെ അമ്മയാച്ചാ അതിലേറ്റവും നന്നായിരിക്കുന്നത്. വരട്ടെ, ഒരു സിനിമ തന്നെയായിരുന്നല്ലേ? മുരളിയുടെ ഒക്കെ എന്തുമായിരുന്നു എന്നിട്ട് സിദ്ധു ഇങ്ങനെ പറഞ്ഞു. എനിക്കത് കേട്ടിട്ട് ഭയങ്കര എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ അവിടെ കുറേ നേരം നിന്നിട്ടാണ് തിരിച്ചു കയറിപ്പോയത്. എൻ്റെ അമ്മയാണ് അതിനകത്ത് ഏറ്റവും നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്. പിശുക്കനാണെങ്കിലും ഇക്കാര്യത്തിൽ അവൻ പറഞ്ഞു. പക്ഷെ അവൻ കൊച്ചാന്ന്, തീരെ കൊച്ചാന്ന്. നമ്മൾ ആ ചെറിയ ഫോട്ടോ ഒക്കെ കാണുന്നില്ലേ, ആ വെങ്കലത്തിന്റെ ആണ് ആ ഫോട്ടോ. പക്ഷെ അതിന് മുമ്പാ. വരട്ടെ, നമ്മള് നിദ്ര ചെയ്യുമ്പോഴേ അമ്മ ചെയ്തിരുന്ന വേഷം നായികയുടെ അമ്മയുടെ വേഷം എന്നുള്ളത്. അപ്പൊ ഇത് അച്ഛൻ ചെയ്തപ്പോഴും അമ്മ തന്നെയാണ് ഈ വേഷം ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 25 to 30 yearsന് ശേഷം വീണ്ടും ഞാൻ ചെയ്ത വേർഷനിലും അമ്മ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പോൾ ഐ തിങ്ക് വേൾഡിൽ ആരും ഒരേ ആക്ടർ ഇത്രയും ഒരു ടൈം ഗ്യാപ്പിൽ ഒരേ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ അമ്മ എങ്ങനെയാണ് അതിനൊരു ഇതായിട്ട് കാണുന്നത്? പ്ലസ് അതേ ക്യാരക്ടറിനെ അച്ഛൻ മോൾഡ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി, പിന്നെ ഞാൻ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പേരിലും അച്ഛൻ മകൻ എന്നുള്ളൊരു സാധനം മാറ്റി വെച്ചിട്ടേ ഇപ്പോൾ ഒരു ആസ് എൻ ആക്ടർ പോലും എങ്ങനെയാണ് അതിൽ ഫീൽ ചെയ്തിരുന്നത്? അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആദ്യം ഭരതേട്ടൻ്റെ സിനിമയിലും ഈ അമ്മ തന്നെയാണ് ആ വേഷമിട്ടത്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 30 വർഷം കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ ഉണ്ടാക്കിയതിലും വരുന്നു. അപ്പോൾ ഈ 2 തമ്മിലുള്ളൊരു അനുഭവം എങ്ങനെ
ലളിത ചേച്ചിയുടെ മനസ്സിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒന്ന് മകനും ഒന്ന് അച്ഛനും അങ്ങനെ വന്നു. പിന്നെ 30 വർഷത്തെ വ്യത്യാസങ്ങളുണ്ട്. പടത്തിന് വേണമെന്ന് തന്നെ പടം ചെയ്ത രീതിക്കാണെങ്കിൽ തന്നെ പടത്തിൻ്റെ കളറാണെങ്കിലും 30 വർഷത്തെ മാറ്റമുണ്ട്. ഒരു കഥ തന്നെ ആണെന്ന് വരികയിലും അച്ഛൻ ചെയ്തത് കുറച്ചും കൂടി ഒരു പഴമയായിരുന്നു. ഇവൻ ചെയ്തപ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടി പുതിയ കാലഘട്ടമായിട്ട് മാറ്റിയെടുത്തതിന്. അതേപോലെ ആ കഥാപാത്രത്തിനും അതെ, അന്നുണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു നമുക്കൊരു മനസ്സിനൊരു വേദന തോന്നുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അങ്ങനെ ലളിത ചേച്ചി എന്നുള്ള ഭരതേട്ടൻ്റെ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിനേക്കാൾ കൂടുതൽ പക്വതയും അനുഭവജ്ഞാനവും ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് പിന്നീട് രണ്ടാമത്തെ വെർഷനിൽ വന്നത്, അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഭരതേട്ടനെ പോലെ തന്നെയാണ് മകനും. ഏറെക്കുറെ ഒരേ സ്വഭാവം തന്നെ പല കാര്യങ്ങളിലും ഉണ്ട് അവർക്ക്. അപ്പം ഇവരുടെ ശിക്ഷണത്തിലാണ് ഈ പറയുന്ന ഈ അഭിനയം വരേണ്ടത്. അതെ, ഈ രണ്ട് സാമ്യം ഇവര് തമ്മിലുള്ള ട്രീറ്റ്മെന്റിലെ സാമ്യം എങ്ങനെയാണ്? അല്ല, അത് നമ്മള് ഞാൻ അങ്ങനെ നോക്കാറില്ല. കാരണം ക്യാമറയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റ്, ആരാണെങ്കിലും ഡയറക്ടർ മകനാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ഇന്ന് നമ്മൾ 4 വയസ്സ് ആയിട്ട് കാണുന്ന കുഞ്ഞ് ഇപ്പം നാളെ ഒരു 18 വയസ്സിലൊരു പടം ചെയ്യുവാണെങ്കിൽ അന്ന് അവന് ഒരു ഡയറക്ടർ കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിട്ട് അവർ പറയുന്നത് എന്തോ അത് നമ്മൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഈ കുഞ്ഞുങ്ങൾ നാളെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പുതിയ തലമുറയോട് ചേച്ചിക്ക് വലിയ ബഹുമാനമാണ്, ഭയങ്കര ബഹുമാനം. വളരെ ടാലൻസ് ഉള്ള തലമുറയാണ് അല്ലേ? ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, പഴയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും അല്ല. ഞാൻ സിദ്ധുവിൻ്റെ കാര്യത്തിൽ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. അന്ന് അച്ഛൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും അവന് ഈ പടത്തിൽ എവിടെയൊക്കെ ഓട്ടയടക്കണം, അച്ഛന് ഓട്ടയടക്കാത്ത പല സംഭവങ്ങളും ഈ നിദ്രയിൽ അവന് ഓട്ടയടച്ചിട്ടുണ്ട്, അടച്ചടച്ചടച്ച് പോയിട്ടുണ്ട്. ലാസ്റ്റ് ആ മരണ സീൻ, ആ ക്ലൈമാക്സ് സീൻ തന്നെ അന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വേറെ സ്ലീപ്പിംഗ് പിൽസ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കലക്കി അയാൾക്കും കൊടുത്ത് ഇവളും കഴിക്കായിരുന്നു. അത് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണം, നിവൃത്തിയില്ലെങ്കിൽ ഇതാ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു മരിച്ചു എന്നറിയാം. പക്ഷേ ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത് അബദ്ധത്തിൽ രണ്ടുപേരും ഒന്നിച്ച് വള്ളം മറിഞ്ഞ് മരിക്കുന്നതായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞാണ് രണ്ടുപേരും പോകുന്നത് അവിടുന്ന്. പക്ഷെ അപ്പോൾ എത്ര മാറ്റം ഉണ്ടായി ആ സംഭവത്തിൽ. ആ ഒരൊറ്റ സീൻ തന്നെ നമ്മൾ എടുത്താൽ അറിയാൻ പറ്റുന്നുണ്ട് എന്തുമാത്രം മാറ്റം ഉണ്ടായി. പ്രകൃതി തന്നെ അവരെ അങ്ങ് ആഴക്കടലിലേക്ക് നീട്ടിക്കൊണ്ടുപോയി മരിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ചെയ്തത് അതല്ല, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും 20 സ്ലീപ്പിംഗ് പിൽസുമാണ് ഇട്ടത്. ലളിത ചേച്ചിയെ മാറ്റിമറിച്ചത് മദിരാശിയിലെ ജീവിതമാണ്. ഒരു ചെറിയ പെൺകുട്ടി മദിരാശിയിൽ എത്തിപ്പെടുന്നു. അന്നത്തെ കാലത്ത് സിനിമ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻവെർട്ടർ കോമ്പയിൽ അധോലോകം പോലെയാണ്. എന്താ കാരണം വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, അല്ലേ? ഈ കൊലുന്നലയുള്ള പെൺകുട്ടി അവിടെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ മനസ്സ് പെടച്ചോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ബ്രദർ താമസിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വീടെടുത്തിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ രക്ഷിതാവ് ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ KPSC എന്ന് പറയുന്ന ആ 4 അക്ഷരത്തിന്റെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇല്ല, ഒന്നും അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അത് ഇന്നാണേലും നാളെ ആണേലും എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് 4 പറയുന്ന ആൾ തന്നെയാണ്. ഉണ്ടായിരിക്കത്തൊന്നുമില്ല. ഒന്ന് പറഞ്ഞാൽ 2 അങ്ങോട്ട് കൊടുക്കും. തീർച്ചയായിട്ടും. ആവശ്യമില്ലാത്തതാണെങ്കിൽ, ആവശ്യമുള്ളതാണ് എങ്കിൽ എന്ത് കാര്യത്തിനും തമാശയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. ലളിത ചേച്ചി ആദ്യത്തെ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചോ കേട്ടോ അറിവ്, പിന്നെ സേതുമാധവൻ സാറ്. അതെ, ഫസ്റ്റ് സിനിമയിൽ ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. ഫസ്റ്റ് സിനിമ, അതായത് ഈ നാടകം KPSCയുടെ കൂട്ടുകുടുംബ നാടകം ഉദയ സ്റ്റുഡിയോ സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അത് സിനിമയാക്കുന്നൊന്നും നമുക്കറിയത്തില്ല. ഉദയ സ്റ്റുഡിയോയിൽ നാടകം കളിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളവർക്ക് കാണാൻ വേണ്ടി അവിടുത്തെ ഫ്ലോറിൽ വെച്ചിട്ട് നാടകം കളിക്കുന്നു. നമ്മൾ പോയി എല്ലാവരും. അപ്പം അത് സിനിമയോടുള്ള ആഗ്രഹം ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, സിനിമയോടുള്ള ആഗ്രഹം പാടില്ല
എന്നുള്ളത് KPSCയിൽ ആദ്യം ചെല്ലുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെയുള്ള പലരും സിനിമയ്ക്ക് പോയിട്ട് നാടകത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും നാടകമുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ആ നാടകത്തിനെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമേ ആ ഒരു കണ്ടീഷനാണ് എല്ലാ ആർട്ടിസ്റ്റും അവിടെ നിന്നിരുന്നത് അന്നുണ്ടായിരുന്നു, സുലൈൻ ചേച്ചി തൊട്ട് ഇങ്ങോട്ടുള്ളവർ. അതുകൊണ്ട് നമ്മളും സിനിമ എന്നുള്ള ആഗ്രഹമില്ല, സിനിമയല്ല, KPSC ആണ് വലുത് അന്ന്. എല്ലാ തരത്തിലും പാർട്ടിയുടെ ലെവലിൽ നോക്കുവാണെങ്കിലും ഒരു നാടക സമിതി എന്നുള്ള ഇതിൽ നോക്കുവാണെങ്കിലും മറ്റ് പേരിൽ നോക്കുവാണെങ്കിലും എല്ലാ തരത്തിലും നമുക്ക് KPSC ആണ് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം അത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, സിനിമ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഈ നാടകം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ലെറ്ററാണ് വരുന്നത്. കത്തിനകത്ത് ഇങ്ങനെ നിങ്ങൾ അവിടെ അഭിനയിച്ച നാടകം ഞങ്ങൾ സിനിമയാക്കാൻ പോവുകയാണ്, അതിൽ പിന്നെ നാടകത്തിൽ അഭിനയിച്ച 4 പേരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക്. അതൊന്ന് അടൂർ ഭവാനി, ഒന്ന് ആലുമൂടൻ, ഒന്ന് ഖാൻ സഹാവ്, ഒന്ന് ലളിത. നിങ്ങളെ 4 പേരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. 1000 രൂപ ശമ്പളം, 250 രൂപ അഡ്വാൻസ്, ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നോണം എന്ന് പറഞ്ഞിട്ട് കത്തും ഈ 250 രൂപയും കൂടെയാണ് ആദ്യം വരുന്നത്. ഞാൻ ഓടി ഇതും കൊണ്ട് വീട്ടിലെ ആ ലെറ്റർ വരുന്നത് നേരെ സ്റ്റുഡിയോയിൽ ഓടി അച്ഛനെ കൊണ്ട് കാണിച്ചു. അച്ഛാ എന്നെ സിനിമയിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞ KPSC അറിഞ്ഞിട്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ വയ്യ, ഇത് ഉദയയിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്ന കത്ത് അച്ഛൻ നോക്കുമെന്ന് പറഞ്ഞു. നോക്കി കണ്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് തന്നെ സ്റ്റുഡിയോയിൽ നിന്ന്, അന്ന് മൊബൈലും ഇതൊന്നുമില്ല, ഫോൺ ചെയ്തിട്ട് ചോദിച്ചു. 78 KPSCയുടെ നമ്പർ, വെറും 78 നമ്പർ. വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അതെ ഇവിടുന്ന് അനുവാദം ചോദിച്ചിട്ടാണ് അവർ ലെറ്റർ അയച്ചിരിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യം ഞാൻ സിനിമയിൽ, ഞങ്ങൾ ഇവിടുന്ന് ബോട്ടൊക്കെ പിടിച്ച് ആലപ്പുഴ ഇറങ്ങി, ആലപ്പുഴയിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചാണ് ഉദയ സ്റ്റുഡിയോയിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് പിന്നെ ഒരു റൂം തന്നു ഞങ്ങൾക്ക്, ഇങ്ങനെ 4 റൂമാണ്. അതിൽ ഏറ്റവും അങ്ങേയറ്റത്തുള്ള റൂമിലാണ് ഞാൻ. അതിൻ്റെ ഇപ്പുറത്ത് ഭവാൻ ചേച്ചിയും പങ്കജ് ചേച്ചിയും, അതിനിപ്പുറത്ത് ചാര ചേച്ചി, നടുവിൽ വേറെ ആരുണ്ട് താമസിക്കുന്നുണ്ട്. ഇത്രയും പേരാണ് ഞങ്ങളവിടെ താമസിക്കുന്നത്. അപ്പോൾ ഭവാൻ ചേച്ചിയും പങ്കജ് ചേച്ചിയും കൂടെ എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, എടീ ഈ സേതുമാധവൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര കോപിഷ്ഠനാണ്, അദ്ദേഹം തെറ്റിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടും, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് അപ്പം ഞാൻ ഈ ക്യാമറ കണ്ടിട്ടില്ല, എനിക്ക് ഷൂട്ടിങ്ങിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ജീവനോടെ ഞാനൊരു ആർട്ടിസ്റ്റിനെ അന്ന് കണ്ടത് ബഹദൂർക്കെ മാത്രമേ ഉള്ളൂ, പിന്നെ ആരെയും കണ്ടിട്ടില്ല. അന്ന് പറ്റിച്ച് പോവുകയും ചെയ്താണ്. അത് പിന്നെ വാഴമയത്തിൽ അഭിനയിക്കുമ്പോഴല്ലേ പിന്നെ കണ്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ സിനിമ വേണ്ട അച്ഛാ, നമുക്ക് അങ്ങ് പോവാം, നമുക്ക് KPSCയുടെ നാടകം. അന്ന് എനിക്കൊരു 19 വയസ്സുണ്ട്. ഉണ്ട്. പക്ഷെ കണ്ടാ തോന്നത്തില്ല. അപ്പം അച്ഛൻ പറഞ്ഞു അതോ അങ്ങനെയൊക്കെ അവർ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നീ എന്തിനാ ഇപ്പം അതിന് ഇതാവാൻ പറഞ്ഞ കരച്ചിൽ. എനിക്കങ്ങ് പെട്ടെന്ന് കരച്ചിൽ വരും. കരഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുതിട്ട് സാറിൻ്റെ കാലിൽ പോയി വീണു. എന്നിട്ട് പറഞ്ഞു, സാറേ ഞാനില്ല, ഞാൻ പോവാണ്, എനിക്ക് നാടകം മതി, വൈകിട്ട് നാടകമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്നെ സിനിമ. അപ്പോൾ സാറ് ആകെ വരുണ്ട് പോയി. ഒരു പെങ്കൊച്ച് രാവിലെ വന്ന് കാലെ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആകെ വല്ലാത്തൊരു തിണ്ണയിലിരിക്കുകയായിരുന്നു. അതിന് മേക്കപ്പ് റൂമിൽ ചെന്ന് വേലപ്പൻ ചേട്ടൻ്റെ കാലിൽ വീണു. ഓരോ കാണുന്നവരുടെ ഒക്കെ കാലിൽ വീണ് പോയി. അപ്പോൾ ആ ചാക്കോച്ചൻ വരുന്നു കൊടയൊക്കെ പിടിച്ചിട്ട്. ഓടിച്ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എല്ലാവരും ഇവിടെ സാറ് ദേഷ്യപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ഇല്ല നീ ധൈര്യമായിട്ട് നിൽക്കുക, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ചിരിയാ. അങ്ങനെയാണ് ആ ഒരു അവിടെ ആ എഡിറ്റിംഗ് റൂമിൻ്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് SP അണ്ണൻ്റെ അളിയനാണ് അന്ന് സൗണ്ട്, ഒരു അപ്പുക്കുട്ടൻ പിള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പുക്കുട്ടനൊക്കെ ഉണ്ട് അവിടുത്തെ ആ തിണ്ണയിലാണ് ഫസ്റ്റ് ഷോട്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ നീളൻ, എൻ്റെ അച്ഛൻ്റെ ക്യാമറ അത്ര നീളമുള്ള ക്യാമറ ഒന്നുമില്ല, നീളമുള്ള ഒരു ക്യാമറയുടെ ഒരു 4 കാലിൻ്റെ പുറത്ത് ഒരു സാധനം ഇങ്ങനെ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് സേസാർ നിപ്പോട്ട് ഇതിൻ്റെ അത്രയും തന്നെ നീളമുള്ള ഒരാളെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്, വെളുത്ത് ചുമന്ന ഒരു സുമുഖനായിട്ടൊരാൾ. അപ്പോൾ എൻ്റെ അടുക്ക് ഈ മുണ്ട് മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. മുറത്തിനകത്ത് അരി കൊണ്ടു തന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു വീശാൻ അറിയാമോ എന്ന് ചോദിച്ചു.
ആ അറിയാമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഇരുന്ന് അരി വീശ് എന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് അവിടെ നിന്ന് അരി വീശ്, എന്നെ ഒന്ന് നോക്ക് സാറ്. ഞാനിങ്ങനെ നോക്കി, ഞാൻ എടുത്തില്ല. പറഞ്ഞോ, ഞാൻ എടുത്തില്ല. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. അരി ഒന്നുകൂടെ വീശി കല്ല് പെറുക്കി കല്ല് പെറുക്കി. അപ്പോൾ കുറേ കല്ലൊക്കെ ഇട്ടിട്ടുണ്ടോ അരിക്കകത്ത്, കല്ല് പെറുക്കി കളഞ്ഞു. ഇത്രേ മാത്രമേ എനിക്കറിയാവുള്ളൂ. ഇല്ലാതെ ഈ ക്ലാപ്പ് എന്ന് പറയുന്ന സാധനം കൊണ്ടൊന്ന് അടിക്കുവോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പറയുവോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഫസ്റ്റ് ഷോട്ട് ആ പടത്തിലെ പടത്തിൻ്റെ തുടക്കവും സീസാർ ആദ്യമായിട്ട് ഉദയയുടെ ഒരു പടം ചെയ്യുന്നതും ഒക്കെ അതാണ് എൻ്റെ ആദ്യത്തെ ഷോട്ട്. പടം കയറി അങ്ങ് ഹിറ്റായി. അതോടുകൂടി ഞാൻ അവിടുത്തെ ഐശ്വര്യ ദേവതയായി. എല്ലാ പടത്തിനും ഫസ്റ്റ് ഷോട്ട് എന്നെ വെച്ചാണ് എടുക്കുന്നത്. ഇപ്പൊ അതിന്റെ തലമുറയായിട്ട് ഇപ്പൊ ചാക്കോച്ചനൊരു പടം ചെയ്തു. ഇപ്പൊ KPSC എന്നാണ് പടത്തിന്റെ ഷോർട്ട് നെയിം വരുന്നത്. അയ്യപ്പ കൊച്ചവ്വ ആ പടത്തിന്റെ അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് അഡ്വാൻസ് കൊണ്ടുതരുന്നത് എനിക്ക്. നല്ല രാശിയുള്ളതാ. അതെ, അവിടെ അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഇതും കഴിഞ്ഞ് പടം റിലീസായപ്പോഴത്തേക്കും കോട്ടയം ആനന്ദ് തിയേറ്ററിലാണ്. അന്ന് ചങ്ങനാശ്ശേരിയിൽ ഈ പടമില്ല. ഞങ്ങൾ പടം ഒരു കാറൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം, ഞാനും എൻ്റെ കുടുംബം, അച്ഛന്, അമ്മ, ഞാന്. അമ്മ പൊരുത്തപ്പെട്ടു. അമ്മ ഏതാണ്ടൊക്കെ ഒന്ന് വഴിക്ക് വന്ന് അടിയൊന്നും അത്ര ഇല്ല, എന്നാലും കണ്ണു പിടിച്ച് കാണിക്കലും അതൊക്കെ ഉള്ളു. നുള്ളൊക്കെ തരും ഇങ്ങനെ ദൂരെ നിന്നിട്ട്. അറിയാത്ത മട്ടിലൊക്കെ പിച്ചുമൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ സിനിമ കാണാൻ ചെന്നിരുന്നപ്പോഴത്തേക്കും ഉണ്ട് ടൈറ്റിൽ ഇങ്ങനെ എൻ്റെ പേര് വരുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം എന്ന് പറഞ്ഞിട്ട് ഖാൻസാവിൻ്റെ എൻ്റെയും പേരാണ്. ഭവാൻ ചേച്ചി ആദ്യ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആലുമുടനും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. അപ്പോൾ KPSC ഖാൻ, KPSC ലളിത എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് KPSC എന്നുള്ള പേര്. ഞാൻ എന്നെ അറിഞ്ഞിട്ടില്ല. ചാക്കോച്ചൻ ഇട്ടതാണ് KPSC ലളിത എന്നുള്ള പേര്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ചാക്കോച്ചനുമായിട്ട് കുറച്ച് അടുപ്പമൊക്കെ ഒന്ന് എല്ലാവരുമൊക്കെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അന്ന് ചാക്കോച്ചൻ എന്നൊന്നും അല്ല പറയുന്നത്, മുതലാളി എന്നാണ് വിളിക്കുന്നത്. മുതലാളി എന്താണ് ഇങ്ങനെ ഈ KPSC ലളിതാന്ന് പേരിടാൻ കാരണം? എടീ കുറേ ലളിതന്മാരുണ്ട് സിനിമയിൽ, നിന്നെ ഒന്ന് തിരിച്ചറിയട്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെ ഇട്ടതല്ലയോ. ഈ പേര് കൊണ്ട് നീ നല്ല പ്രസിദ്ധിയാവും, നോക്കിക്കോ എന്ന് പറഞ്ഞു. ആ പേരാണ് KPSC ലളിത. അല്ല KPSCക്കാരോ വാസുചേട്ടനോ ആരും ഇട്ടതല്ല, വേറൊരാളിനെ ഇട്ടതാ. ഞാൻ ഇന്നും പറയാം, KPSCയിലേക്കുള്ള കാൽവെപ്പ് വലിയൊരു നടിയെയാണ് സൃഷ്ടിച്ചത്. വാസുചേട്ടനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരിക്കലും മറക്കത്തെ. എടുത്തിട്ട് ചോദിക്കുന്ന എന്തിനാ? മറക്കില്ല എന്നുള്ളത് സത്യമായിട്ട് പറഞ്ഞതല്ലേ ഞാൻ. അല്ല, ഞാൻ പറയാൻ കാരണം വേറൊന്നുമില്ല. വാസുചേട്ടന്റെ മരണത്തിന് ഒരാഴ്ച മുമ്പ് ചേച്ചിക്ക് എന്തോ ഒരു മനസ്സിൽ കൊളുത്തി വലിച്ചതുപോലെ ചേച്ചി അവിടെ എത്തി. അല്ല, അത് ഒരു ഏതോ പടത്തിന്റെ ഡബിങ്ങിന് പോവാ. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഡബിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ചൊവ്വാഴ്ച, ഏതോ ഒരു ചൊവ്വാഴ്ച, എനിക്ക് ഡിസംബർ 1 തോന്നുന്നുണ്ട്. ഡിസംബർ 1 ഇവിടുന്ന് ഒരു പടത്തിൻ്റെ ഡബിങ്ങിന് വേണ്ടി കാറിൽ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇപ്പോഴും അതെ, ആ വഴി കൃഷ്ണപുരം വഴി കടന്നു പോയാൽ KPSCയിലോട്ട് ഒരു എനിക്കിങ്ങനെ പോയിട്ടേ ഞാനങ്ങനെ കടന്നു പോവുള്ളൂ. ഇപ്പം നമ്മുടെ പഴയ ആൾക്കാരും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി നോക്കാറൊന്നുമില്ല. മറ്റേനെ ഇറങ്ങി ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് ഇറങ്ങി നോക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങ് പോയപ്പോഴത്തേക്കും വടിയിൽ ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ വണ്ടി കുറച്ച് ദൂരം അങ്ങ് പോയി. അപ്പം ഞാൻ പറഞ്ഞു, പാസ്സേട്ടൻ അവിടെ നിൽക്കുന്നു, തിരിച്ചു വിടെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് വരുമ്പോൾ പാസ്സേട്ടൻ പോകാനായിട്ട് ഇറങ്ങി നിൽക്കും, വള്ളികുന്നത്ത് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. അയ്യോ, എന്നെ കണ്ട ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഉടനെ തന്നെ ബാല വിളിക്കുന്നു. ബാലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഭക്ഷണവും ചായയൊക്കെ വരുന്നത്. ബാല, നമ്മുടെ സിനിമാ താരം വന്നിരിക്കുന്നു, ഒരു ചായ കൊണ്ടു കൊടുക്കുക, പരിപ്പോടയോ വല്ലതൊക്കെ കൊണ്ടു കൊടുക്കുക, എന്താ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ വലിയ സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷമായി. അതിൻ്റെ അടുത്ത ആഴ്ചയാണ് മരിക്കുന്നത്. വലിയൊരു കൂടിക്കാഴ്ച നടന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നിരാശ ഉണ്ടാവും. അത് പക്ഷെ മരിച്ച ദിവസം പോകാനൊന്നും പറ്റിയിട്ടില്ല. അന്നെന്തോ ബന്ധമായിരുന്നു, അന്ന് പോകാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ വീട്ടിൽ പോയി അമ്മണി ചേച്ചിയെ കണ്ടത്, പോയിട്ട് വരുവൊക്കെ ചെയ്തു. ലളിത എൻ്റെ സിനിമയുടെ ഭാഗമാണ്, അതൊരു പെർമനന്റ് ആണ്. അതെ, എൻ്റെ ഇടയ്ക്കിലൊരു വാക്ക് പറഞ്ഞു, ഒന്നും ശരിയായില്ല, ഒരു വിളി അങ്ങ് വരും കേട്ടോ എന്നൊരു വാക്ക് പറഞ്ഞു. ലളിത ചേച്ചിയുടെ പഴയ സൗഹൃദങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. ഒരുപാട് നടികളുമായിട്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷീലാമ്മ,
ശാരദ ചേച്ചി, ജയഭാരതി. എൻ്റെ ജോലിയാണ് സാറേ ചേച്ചിയെ മലയാളം പഠിപ്പിക്കാൻ. അപ്പം ഞങ്ങൾ തമ്മിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ചേച്ചിയെ ഞാൻ മലയാളം പഠിപ്പിച്ചാൽ ചേച്ചി എന്നെ തെലുങ്ക് പഠിപ്പിക്കാമെന്ന്. പക്ഷെ ആകെ 2 വാക്കേ പഠിപ്പിച്ചുള്ളൂ. എന്താ പറയാ, ജീവിതത്തിന്റെ ഏടുകളും മടക്കുകളും നന്നായിട്ട് അറിയാം. അതെ, അറിയാം. ഒരുപാട് ചെമ്പൂര് നടത്തും. എൻ്റെ അമ്മ അപ്പം തുടങ്ങും വേണു വരുമ്പോൾ, ദേ വരുന്നു, ചെമ്പൊക്കെ എടുത്ത് പാത്ത മനസ്സിങ്ങനെ ആടി ആടി കളിക്കും. അതെ, ചിലപ്പം വിചാരിക്കും ഉണ്ടെന്ന്, ചിലപ്പം വിചാരിക്കും ഇല്ല. ഈ മനുഷ്യൻ കാരണം അത്ര പ്രാഗിട്ടുണ്ട്. വളരെ ഭീകരമായിട്ടാണ് കണ്ടത്. പിന്നെ ഭയങ്കര മഴക്കുണ്ടാക്കുന്ന ഒരു ഇതിലാണ് ഞാൻ കണ്ടത്. മുമ്പിൽ നിന്ന് ഭരതേട്ടൻ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ലളിതേച്ചി കാണുന്നുണ്ട്.